വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. മലയോര പട്ടണത്തിൻ്റെ വെള്ളറട സ്വരധാര സ്കൂൾ ഓഫ് മ്യൂസിക്. അപ്പോൾ മ്യൂസിക്കിൻ്റെ ദാഹം തീർക്കാൻ പറ്റിയ ഇടമാണ് നമ്മുടെ സ്വരധാര സ്കൂൾ ഓഫ് മ്യൂസിക്കൽ. കേരള സംഗീത അക്കാദമി രജിസ്റ്റർ നമ്പർ 292/2015 വെള്ളറട. 20ൻ്റെ നിറവിൽ സ്വരധാര സ്കൂൾ ഓഫ് മ്യൂസിക് അഡ്മിഷൻ തുടരുന്നു. ശാസ്ത്രീയ സംഗീതം, കീബോർഡ്, തബല, മൃദംഗം, വയലിൻ, ക്ലാസിക്കൽ, വെസ്റ്റേൺ, അവധിക്കാല ചിത്രരചന ക്ലാസുകൾ, ഗിത്താർ, പിയാനോ, ലണ്ടൻ ട്രിനിറ്റി കോളേജ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നടത്തി വന്നു. വിശദവിവരങ്ങൾക്ക് 99953787 703 9613584079. ഇതൊക്കെ കണ്ടാത്തൊന്നും പരസ്യമാണെന്നൊന്നും ആക്ച്വലി പരസ്യമല്ല. നമ്മളെ സ്വരധാരയുടെ ഒരു ചെറിയ ചരിത്രത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വാചകം അടിച്ചത്. അപ്പം നമുക്ക് ഇതിനകത്തെ പരിപാടികളൊക്കെ ഒന്ന് കണ്ടേച്ചും വരാം. അദ്ദേഹത്തിന് മോളല്ലേ? എപ്പോൾ എത്ര പഠിക്കുന്നത്? പ്ലസ് ചുരുങ്ങിയാലോ? അത് എൻ്റെ പേരെന്തോന്ന്? എത്ര ക്ലാസ് പഠിക്കുന്നത്? ഡിഗ്രി ഫസ്റ്റ് ഇയറാ? ലാസ്റ്റ് ഇയർ. എത്രയില്? പ്ലസ് ടു. പേരെന്താണ് മോളെ? മിരാൻഡ. അടിപൊളി. അപ്പോൾ ഞാൻ അപ്പനെ കണ്ടു. മിലാന. എന്തായാലും അപ്പനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിപാടി മുകളിലാണ്, 2ാം നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്. ജോസ് പ്രകാശിനെ തേടിയുള്ള യാത്രയും സ്വരധാരയും ജോസ് പ്രകാശ് മാനത്തിൻ്റെ സംഗീത അക്കാദമിയും തേടിയുള്ള യാത്രയാണ്. എന്തായാലും പടികേറി മുകളിലെത്താം. നോക്കട്ടെ, ജനൽ വഴി പലതും കാണാം. സാർ ഇവിടെ അധ്യയനത്തിലാണോ? ഇത് കുട്ടിയാണ്. അടിപൊളി. സംഗീതത്തിന് പ്രായമില്ല, ഏത് പ്രായത്തിൽ പഠിക്കാൻ. ഞാനും ഒരു കുട്ടിയാണ്. അതെ, ഞാനും ഒരു കുട്ടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. ബാക്കിയൊക്കെ പുള്ളി പറഞ്ഞു തരും. അതെ അതെ, വെറും ബന്ധമല്ലേ. നല്ല കാര്യം, നടക്കട്ടെ. ഇങ്ങനെ ഷോറൂമൊക്കെ നോക്കട്ടെ. അങ്ങനെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ചെറിയ വർക്ക്ഷോപ്പും ഷോറൂമുമാണ് ഇതൊക്കെ. വടിയൊക്കെ എടുത്തിട്ട് അടി അടിച്ചാലോ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷോറൂമാണ് ഇതൊക്കെ. എന്തായാലും നമുക്ക് പുള്ളിനെ പിടിക്കാം. അങ്ങനെയാണ് കഥ. അപ്പോൾ സാർ എന്നാണ്ട് വിശേഷം? സുഖമായിരിക്കണോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മളെ കക്ഷി, സ്വരധാരയുടെ എല്ലാമായ ജോസ് പ്രകാശ് സാറ്. ഇദ്ദേഹം പള്ളിയിലെ പാട്ടാണ്. അതെ അതെ, കൊയറിലെ പ്രാക്ടീസാ, മാസിന്റെ പ്രാക്ടീസാണ്. ഏത് പാട്ടാണ്? ആരാധനയുടെ നിമിഷങ്ങൾ. അതിന്റെ പ്രാക്ടീസ് അല്ലേ? അതിന്റെ പ്രാക്ടീസ്. ഓരോ പാട്ടും ഇങ്ങനെ നോട്ട് എഴുതി അവര് പ്രാക്ടീസ് ചെയ്തെടുക്കാം. അപ്പൊ സംഗീതത്തിന് നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ പ്രായ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കൊച്ചുകുട്ടികളും പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് വേറെ സാറ് പഠിച്ചിരുന്നു. സ്കൂളിലെ റിട്ടേൺ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് ഉദ്ദേശം ഒരു 70 വയസ്സ്, 76 വയസ്സുണ്ടായിരുന്നു. സാറിന് ഭയങ്കര സന്തോഷമാണ്. സാറ് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നല്ല, സാറ് കുറച്ച് പാട്ട് വായിക്കും. നമ്മളൊക്കെ ജോലിയുണ്ട്, വീട്ടിൽ ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ സാറിന്റെ ഭാര്യയുണ്ട്. ഒന്നുമില്ലെങ്കിൽ സാറിന്റെ ഭാര്യയെങ്കിലും വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വെറുതെ വന്നാണ്.
എനിക്ക് പള്ളിയിൽ ചാൻസ് ശരി പൈസ വാങ്ങിക്കേ ഫീസ് ഫീസ് എങ്ങനെ ജീവിക്കണ്ടേ ചെറിയ ഫീസ് ഫീസ് വാങ്ങാം ഒക്കെ കൊടുക്കണം. ഇവര് ഈ കറണ്ട് ചിലവൊക്കെ ഇല്ലേ വരുന്ന ദിവസം പിന്നെ വേറെ കുട്ടികൾക്ക് ക്ലാസ് വെക്കാറില്ല. ഇവർക്ക് ഈ ഇവര് മുതിർന്നവർക്ക് ഉള്ളത് കുട്ടികൾക്ക് ക്ലാസ് ഇല്ല ഇല്ല. 2-3 അമ്മമാര് വരാറുണ്ട്. പിന്നെ ഇത് മറ്റ് അവരുടെ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടൊന്നും വന്നിട്ടില്ല. വന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങോട്ടും കൂടെ കണ്ടാലേ ആളുകൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് മനസ്സിലായില്ലേ എന്നെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് കഥ. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മളെ ജോസ് പ്രകാശ് സാറ്. അദ്ദേഹത്തിന്റെ ശിഷ്യ. എത്ര വയസ്സായി? എനിക്ക് 48. അത് മൂത്ത് നോക്കി പറഞ്ഞാ പോലെ 48 വയസ്സ്. പേരെന്താണ്? സെലിൻ. സെലിൻ. അങ്ങോട്ട് നോക്കി. അപ്പൊ സെലിൻ എന്റെ ശിഷ്യയുണ്ട്. കുട്ടികൾ വേറെ ഉണ്ട്. കുട്ടികളുള്ള സമയത്ത് മുതിർന്നവരുള്ള സമയത്ത് കുട്ടികളില്ല. അപ്പൊ ഷിഫ്റ്റാണ്. അപ്പൊ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടല്ലോ. ഇതാണ് ജോസ് പ്രകാശ് സാറ്. അപ്പൊ എന്ന് തുടങ്ങി പരിപാടിയൊക്കെ? ഇവിടെ തുടങ്ങിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് ഞാൻ 20 വർഷം കഴിഞ്ഞു. 30 വർഷം? 20 വർഷം. എന്നിട്ട് സംഗീത കോളേജില് 95 കാലഘട്ടത്തിലാണ് പഠിച്ചിരുന്നത്. 95 അത് പഠിച്ച അവിടെ ഞാൻ പഠിച്ച ക്ലാസിക്കൽ വയലിനാണ്. പിന്നെ നെയ്യാറ്റിങ്കര ഒരു വലിയ സ്ഥാപനമുണ്ട്, SP സ്കൂൾ ഓഫ് മ്യൂസിക്. അവിടെ ഒരു 14 വർഷം പഠിപ്പിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, മ്യൂസിക്കാണ്. എന്റെ അച്ഛൻ തന്നെ തകിൽ വായിക്കുന്ന ആളാണ്. തകിൽ വായിക്കുന്ന അപ്പൊ പാറശാല കേരളത്തിലും തമിഴ്നാട്ടിലും അറിയപ്പെടുന്ന ഒരു തകിൽ ചെല്ലൻ എന്നാണ്. ചെല്ലൻ സാറാണ്. അതെ. അപ്പോൾ ആ സാറ് തന്നെ ദേവസംഭൂർ ക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരനാണ്. വലിയ വലിയ കച്ചേരിയൊക്കെ വായിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ അവിടുന്ന് എൻ്റെ പപ്പ തകിൽ പഠിച്ചത്. ഇപ്പം മുഹൂർത്തത്തിനും മറ്റു ക്ഷേത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം അത് അച്ഛനിപ്പോ 84 വയസ്സ് കഴിഞ്ഞു. 54 വയസ്സ് ഇപ്പോൾ വായിക്കുന്നു. പുള്ളിയെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അപ്പൊ കേട്ടല്ലോ, മൊത്തത്തില് സംഗീതമയം. സംഗീതം ഇല്ലാത്ത ഒരാൾ പോലും ഈ വീട്ടിലില്ല എന്നതാണ് സത്യം. പിന്നെ അനുജന്മാര് പുള്ളി മോന് നേരത്തെ കണ്ടു. അപ്പൊ പുള്ളി കലാകാരനാണ്. കലാ ഫാമിലിയാണ്. അങ്ങനെ പോകുന്നു. പെണ്ണുപിള്ളയാ? ഭാര്യ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മറ്റു ഓഫീസ് കാര്യങ്ങളെല്ലാം ചെയ്യും. അഡ്മിനിസ്ട്രേഷൻ. പുള്ളി പാടൂലേ? പാട്ടൊക്കെ പള്ളിയിലെ വേറെ കാര്യങ്ങൾ അത്യാവശ്യം അങ്ങനെയില്ല. അത്യാവശ്യം പള്ളിയില്. അതെ, പള്ളിയില്. അപ്പൊ ഒരു നല്ലൊരു മ്യൂസിക് വായിച്ചു കേട്ടാലോ? പ്രേക്ഷകർ കേൾക്കട്ടെ. ഏത് പാട്ടാണ്? കൊടുക്കാം. നടക്കട്ടെ. അപ്പൊ നമുക്ക് നല്ലൊരു മ്യൂസിക് കേൾക്കാം. നടക്കട്ടെ. കട്ട് ചെയ്യോ? ഞാൻ ചെന്ന് കണ്ണാടി വിട്ടെടുത്തോട്ടെ. അങ്ങനെയാണ് കഥ അല്ലേ? എഡിറ്റ് ചെയ്യോ? എഡിറ്റ് ഒന്നുമില്ല, എല്ലാം ഇതാണ്. ഇത് എന്തായിട്ട് എഡിറ്റ് ചെയ്യില്ല. നാച്ചുറാലിറ്റിയാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത. എഡിറ്റിംഗ് പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ട് നോക്കാം. എനിക്ക് കാണും. അപ്പൊ ഇതില് റിതൗട്ട് വായിച്ചു കഴിയുമ്പോ പ്രത്യേകിച്ച് കേൾക്കാൻ നല്ല സുഖമായിരിക്കും. ഒരു ഡ്രം കിറ്റ് എടുക്കണം മേഡം. അപ്പൊ ഗുരുവും ശിഷ്യയും അതൊക്കെ സെറ്റ് ചെയ്യണം. സ്റ്റൈലോടെ സ്റ്റൈൽ അപ്പൊ ഇട്ടോക്കണം. അപ്പോൾ ഈ തന്നെ വെള്ളയുടെ ഞാൻ വെള്ളയുടെ ഒരു വില്ലേജ് ഏരിയയിൽ താമസിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഈ മ്യൂസിക് മേഖല വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കൊക്കെ എല്ലാം അറിയാം. നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഒരു പ്രൊഫഷണൽ ഗാനമേള സമിതി ഉണ്ട്, തിരുവനന്തപുരം സ്വരസാര ഗാനമേള. ഒത്തിരി പിന്നണി ഗായകർ പാടുന്ന സമിതിയാണ്, ഗസ്റ്റുകൾ പാടുന്ന സമിതിയാണ്. ഇപ്പോഴും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലുപരി ഞാൻ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഞാനങ്ങ് ചെയ്തെന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എഴുത്തുകാരനാണ് ഷാജി മതിലകം. അദ്ദേഹം പെട്ടെന്ന് നമ്മുടെ നാട്ടിനെ കുറിച്ചൊരു പാട്ട് എഴുതി പാടി. അതെല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. വെള്ളത്തെ കുറിച്ചുള്ള പാട്ട് സ്വന്തമായി അവർ എഴുതി തന്നു. ഞാൻ കമ്പോസ് ചെയ്തു. ഞാൻ അതെ പുള്ളി ചോദിച്ചു, ഇത് ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ട് ഇതിങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടിൽ കവിത എഴുതുമ്പോൾ അതിന് വരികൾ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. ഉടനെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം ആണ് നമ്മളെ ആ പാട്ട് തന്നെ ട്യൂൺ ചെയ്ത് കാര്യം എടുത്തത്. അത് ഓൺ ക്രിയേഷനാണ്. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ബിജു നാരായണ സാർ ഒരു പാട്ട് പാടി, ഒരു ക്ഷേത്രത്തേക്ക് വേണ്ടിയാണ്. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ തന്നെ ഇത് മധുബാലകൃഷ്ണൻ സാർ പാടിയിട്ടുണ്ട്, ദിലീമ ചേച്ചി പാടിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകാരെ ഒത്തിരി പാട്ടുകാരെ കൊണ്ട് പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മുടെ ചാനലിൽ ദൂരദർശന് വേണ്ടി ഒരു 3-4 എപ്പിസോഡ് കാര്യങ്ങൾ സാധനം ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഏഷ്യനെറ്റുകാരെ വിളിച്ചു, അതുപോലെ കോമഡി സാധനം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരികയാണ്. പിന്നെ ഇപ്പോൾ തന്നെ എന്തിനാ ചെയ്താലും എല്ലാം ടെക്നിക്കൽ സൈഡാണ്. ഇപ്പോഴും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് മേഖലയാണ് ഇപ്പോൾ മ്യൂസിക് നിൽക്കുന്നത്. അതെ ഇപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും ഒരു വർക്കിന് വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അവരുടെ സാമ്പത്തികം എന്താണ് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. തുടങ്ങാം. പിന്നെ ആ പാട്ട് ഇതിൽ ഇപ്പൊ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ വെള്ളയുടെ സോങ് വെള്ളയുടെ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ കിട്ടും. പിന്നെ ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വരധാര സ്കൂൾ ഓഫ് മ്യൂസിക് നാട്ടിൽ സംഗീതം ഈ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംഗീതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളതാണ് ഈ സ്വരജതി എന്ന് പറയുന്ന ഒരു വിഷയം. പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഞങ്ങളെ കുട്ടികൾ പാടുന്നുണ്ട്. കുട്ടികൾ പാടി നല്ല രീതിക്ക് ആൾക്കാർ ഒത്തിരി വ്യൂവേഴ്സ് അത് ആസ്വദിച്ചു ആ ഗാനം. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ തന്നെ അത് ഇതിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളാണ് പാടുന്നത്, ഇവിടുത്തെ കുട്ടികളാണ് വയലിൻ വായിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഓണപ്പാട്ട് അതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് തന്നെ ഇതിലുണ്ട്. അപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്തതൊക്കെ കിട്ടും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? സ്വരധാര സ്കൂൾ ഓഫ് മ്യൂസിക്. സ്വരധാര സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന യൂട്യൂബ് ചാനലില് കൂടുതൽ ഡീറ്റെയിൽസ് സംഗീതത്തെ കുറിച്ചുള്ള പാട്ടൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ സംഗീതത്തിലേക്ക് തുടങ്ങാം. ഓക്കെ, പരിപാടി തുടങ്ങാം. പിന്നെ അതുപോലെ ക്രിസ്മസ് ഗാനങ്ങള് ഇങ്ങനെ ഒരുപാട്. നമുക്ക് കലയ്ക്ക് ക്രിസ്മസ് എന്നോ ഓണമെന്നോ അങ്ങനെ റംസാൻ ജാതി മതമൊന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മളെ നൃത്തത്തിന്റെ അരങ്ങേറ്റമൊക്കെ നടത്തുമ്പോൾ ഞങ്ങളുടെ ഈ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെ വാർഷികത്തിന് നടത്തുമ്പോൾ അവിടെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കണ്ടവർ അന്ന് ആസ്വദിച്ചവർ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം. അതിനകത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കുത്തിക്കലർത്താറില്ല, കലർത്തിയാണ് പലരും ചെയ്യാറുള്ളത്. നമ്മൾ അങ്ങനെയൊന്നുമില്ല, വേറെ ചേർക്കാതെ തികഞ്ഞ സംഗീത രീതിയിൽ കാര്യം ചെയ്യാറുണ്ട്. മായമില്ലാതെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതെ അതെ, വേർതിരിവൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ അധ്യാപകർ നടത്തുന്ന ഒത്തിരി പ്രോഗ്രാമുണ്ട്, ഗസൽ പ്രോഗ്രാമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വില്ലേജ് ഏരിയയിൽ ഈ സംഗീതോത്സവം നടത്തിയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം അതിന് ഭദ്രദീപം തെളിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇനി ഈ വർഷവും ഉണ്ടാവും, വിദ്യാരംഭ കാലഘട്ടത്തിൽ ഉണ്ടാവും സംഗീതോത്സവം. ഒരു ദിവസം നടത്തി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സംഗീതത്തിന്റെ ഒരു ഭാഗമാണ് ഗസൽ സംഗീതം. അതുപോലെ തന്നെ നമ്മൾ കർണാടക സംഗീതം മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ ഒരു ഗസൽ സംഗീതം, പിന്നെ ഒരു പാശ്ചാത്യ സംഗീതം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ വരുന്നു, പഠിക്കുന്നു. പിന്നെ വില്ലേജ് ഏരിയ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നല്ല അധ്യാപകരെ പഠിപ്പിക്കുന്നത് നല്ല അധ്യാപകരെല്ലാം നല്ല അധ്യാപകർ പഠിപ്പിക്കുന്നു. പിന്നെ കീർത്തനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സാറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാമിന് വേണ്ടി ഇപ്പൊ തന്നെ ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ സിലബസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അധ്യാപകർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം അങ്ങനെ ഭംഗിയായിട്ട് പോകുന്നു. അപ്പോ തുടങ്ങാം പാട്ട്. ഏത് പാട്ടാ സാർ ഉദ്ദേശിക്കുന്നത്? സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. സാറിന്റെ ഫേവറേറ്റ് പാട്ട് പാടുക. ഇപ്പൊ കോപ്പിറൈറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ പാട്ടും ചാടി പാടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ നമ്മളൊക്കെ കേട്ടുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്കൊരു ഇപ്പൊ അതൊക്കെയാണ് ഇത് കേട്ടത്. സ്വന്തമായിട്ട് ഇപ്പൊ തന്നെ നമ്മളിപ്പോ തെയ്താരോ
ചെയ്താരോ ചെയ്താരോ. ഇത് പിന്നെ കോപ്പിറൈറ്റിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ എഴുതിയതുമാണ്. ചെറിയ തോതിൽ എഴുതും. അപ്പോ അങ്ങനെ എഴുതുന്നതുകൊണ്ട് ആ പാട്ട് ഓണപ്പാട്ടാണ്. ഓണക്കാലം വന്നല്ലോ, കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ചെയ്ത പാട്ടാണ്. വളരെ കുട്ടികളെ പാടുന്നു, സ്കൂളുകളിൽ പാടുന്നു, ഓണത്തിന് പാടുന്നു, അവരുടെ ഫാമിലി ഗെറ്റ് വന്ന് അവർ പാടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സംഗതി തുടങ്ങിയില്ല, പാട്ട് നടക്കട്ടെ. ഏത് പാട്ടാ സാർ ഉദ്ദേശിക്കുന്നത് ചോദിക്കും. ആദ്യം ഒരു കുട്ടികൾക്ക് വേണ്ടി പാടാം, അത് കഴിഞ്ഞ് മുതിർന്നവർക്ക് പാടാം അല്ലേ? അപ്പൊ ഓണപ്പാട്ടില്ലേ? ഓണപ്പാട്ട് അത് പിന്നെ ജാതി മതമൊന്നുമില്ലല്ലോ. അത് രീതി എന്ന് പറയുമ്പോൾ കീബോർഡ് തന്നെ എല്ലാം ചെയ്ത് കൊണ്ടുവന്ന് പാടാം. കീബോർഡിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്തല്ലേ? അതെ, ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതുപോലെ ഒരു ചെറിയ ഋതു നിർത്തിട്ടാ പാടുന്നത്. ചെയ്താരോ 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 ചെയ്താരോ. ഓണക്കാലം വന്നല്ലോ, ഓണക്കാലം വന്നല്ലോ, ഓണത്തപ്പനെ എതിരേൽക്കാം കൂട്ടരേ, ഓണത്തപ്പനെ എതിരേൽക്കാം കൂട്ടരേ. ഓണക്കാലം വന്നല്ലോ, ഓണക്കാലം വന്നല്ലോ, ഓണത്തപ്പനെ എതിരേൽക്കാം കൂട്ടരേ, ഓണത്തപ്പനെ എതിരേൽക്കാം കൂട്ടരേ. ചെയ്താരോ 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 ചെയ്താരോ. അപ്പൊ ഈ പാട്ട് നമ്മുടെ യൂട്യൂബിനകത്ത് അടിച്ചു കഴിയുമ്പോൾ ഫുള്ളായിട്ട് കിട്ടും. ഇതിനേക്കാളും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. ഇതിപ്പോ പിന്നെ സാറ് ചോദിച്ചതുകൊണ്ട് അതെ. പിന്നെ ഞാൻ ചെയ്ത ബിജു നാരായണൻ മധുബാലകൃഷ്ണൻ പാടിയ പാട്ടാണ്, ഒരു ക്രിസ്തീയ ഗാനം. ജീൻ കവലയിൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയതാണ്. ജീൻ അദ്ദേഹം ഇപ്പോഴും ഇല്ല, വിദേശത്താണ്. നമ്മൾ അനുദിനം ബന്ധപ്പെടുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിലെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്, ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് തെക്കൻ കുരിശുമല. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയാണ് ആ പാട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മധുബാലകൃഷ്ണൻ സാറാണ് പാടിയത്. അതിന്റെ ട്രാക്ക് തന്നെ ജോസാഗറാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ നല്ല പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പാട്ടിങ്ങനെ തോന്നുന്നുണ്ട്. ക്രൂശിന്മേൽ അത് മറ്റൊരു പാട്ടാണ്, ജോസാഗർ പാടിയാണ്. ഇപ്പോ കട്ട് ചെയ്യാൻ പറ്റുമോ? കുരിശാണ് രക്ഷയുടെ പാവന മന്ത്രം. നല്ല വരികളാണ്. അപ്പോൾ ആ പാട്ട് അന്നത്തെ കാലഘട്ടത്തിൽ കാസറ്റ് ഓടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ട്രിവാൻഡ്രത്ത് SSL ചെയ്തിട്ട് വീണ്ടും എറണാകുളത്ത് പോയി അവിടെ പാടി, പാട്ടൊക്കെ കഴിഞ്ഞ് റിലീസായി. അപ്പോൾ 2 പേരിൽ ഇറങ്ങി. ട്രിവാൻഡ്രത്ത് ഇറങ്ങിയത് ഉത്ഥാന ദീപ്തി എന്നോ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പേരില്ല, നിത്യനാം റൂഹ എന്ന പേരിലാണ് അവിടെ എഴുതിയത്. അപ്പോൾ നിത്യനാം റൂഹ അത് കെസ്റ്റർ പാടിയിട്ടുണ്ട് ആ പാട്ട്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും പ്രൊഡ്യൂസർ വലിയ കുഴപ്പമില്ലാതെ, ഇന്നത്തെ പോലെയല്ല, വലിയ കുഴപ്പമില്ലാതെയൊക്കെ പിടിച്ചു നിന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ നല്ല പ്രൊഡ്യൂസർമാരുണ്ടെങ്കിൽ നമ്മളെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ആ പാട്ടിന്റെ ചില വരികൾ: കുരിശാൻ രക്ഷയുടെ പാവന മന്ത്രം, കുരിശിലാണ് ജീവിതത്തിൽ ഏകയാശ്വാസം. കുരിശാൻ രക്ഷയുടെ പാവന മന്ത്രം, കുരിശിലാണ് ഏകയാശ്വാസം. വരികൾ എനിക്ക് മറന്നുപോയി. നല്ല ട്യൂണാണ്, നല്ല രസമുള്ള പാട്ടാണ്. അങ്ങനെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒത്തിരി പാട്ടുകാർ അതിൽ പാടിയിട്ടുണ്ട്. അവസരം തന്നു. ഓക്കെ. സ്റ്റുഡന്റ് അല്ലേ? അതെ. കുറെ കാലമായ? എത്ര കാലേ പഠിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് നാളായി? എക്സ്പേർട്ടായ ഒരുവിധം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മ്യൂസിക് ട്രൈ വെക്കും? നിങ്ങൾ പാടുവോ? ഒരു പാട്ട് വായിക്കും. അപ്പൊ ഇത് നമ്മുടെ ജോസ് സാറിന്റെ പുത്രനാണ്, ഡിഗ്രി പഠിക്കുന്നു.
ജാസ് പ്ലെയർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കല കാണാം. അപ്പൊ അതിന് മുന്നേ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇതിൽ ഈ ഇൻസ്ട്രുമെന്റ് എത്ര സംഗതിയുണ്ട്? ഈ ജാസിൽ എത്ര പാർട്ടുണ്ട്? ഓരോന്നിട്ട് പറയും. ഇതില് ഉള്ളത് സ്നെയർ എന്ന് പറയും. സ്നെയർ, ഫസ്റ്റ് ടോം, സെക്കൻഡ് ടോം, തേർഡ് ഫോം. ഇത് ഫസ്റ്റ് ഫോം അല്ലേ? ഫസ്റ്റ് ടോം, സെക്കൻഡ് ടോം, തേർഡ് ടോം. ഇത് ബേസ് ഡ്രം. ഫുഡ് ഡ്രം. സിമ്പിൾസ് ആണ്. ഇത് രണ്ട് സിമ്പിൾസ്. അപ്പൊ ഈ സാധനം ഹൈലൈറ്റ് അല്ലേ? ഹൈ ഹൈറ്റ്. ഓക്കെ, ഹൈ ഹൈറ്റ്. ഓക്കെ, അപ്പൊ സംഗതി മനസ്സിലായി. 1 2 3 4 5 6 7 8 സാധനം ഉൾപ്പെടുന്നതാണ് ജാസിന്റെ പരിപാടി. അപ്പോ അദ്ദേഹം പരിപാടി തുടങ്ങുകയാണ്. ശരി, അപ്പൊ നടക്കട്ടെ.
അപ്പൊ പരിപാടി കഴിഞ്ഞു. അടിപൊളി അടിപൊളി. ഈ സാധനത്തിന്റെ പേരെന്താണ്? ദർബൂക്ക എന്ന് പറയുന്നത്. ദർബൂക്ക അല്ലേ? ദർബൂക്ക. ഓക്കെ. അപ്പൊ ദർബൂക്ക എങ്ങനെ കൈ കൊണ്ടാണ് എനിക്ക്? ആ പോയി നടക്കട്ടെ. അപ്പൊ ദർബൂക്ക നടക്കട്ടെ. ദർബൂക്ക ഒരു ഈജിപ്ഷ്യൻ ഇൻസ്ട്രുമെന്റ് ആണ്. ഈജിപ്ഷ്യൻ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ? ഈജിപ്ഷ്യൻ ഇൻസ്ട്രുമെന്റ് അല്ലേ? ഓക്കെ ഓക്കെ. ആ ഓക്കെ ശരി. അപ്പൊ പരിപാടി നടക്കട്ടെ. ഓക്കെ. അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പിന്നെ പഠിച്ചു വരുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ നമ്മുടെ പരിപാടി ഏതാണ്ട് കഴിയാറായില്ലേ? കൂട്ടുകാരെ, നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാനായി ജോസ് സാറ് പിന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഒന്നുകൂടി ഇദ്ദേഹത്തെ പരിചയപ്പെടാം. നമ്മള് ജോസ് സാറ്, ജോസ് പ്രകാശ് നമ്മള് ഫ്രണ്ട്സ് ആയതുകൊണ്ട് വിളിച്ച് അങ്ങനെ ആയിക്കോട്ടെ. അപ്പോ എന്നാ പറയാ, അപ്പൊ ഇദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ സ്കൂളിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അദ്ദേഹം പറഞ്ഞിരും. ഒന്നുകൂടെ അദ്ദേഹം ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. ഒന്ന് പറയണേ സാർ. ഫോൺ നമ്പർ എന്ന് പറയുമ്പോ 995378703703 വിളിച്ചാലും കിട്ടും. അപ്പോ മറക്കണ്ട, സ്വരധാര ജോസ് പ്രകാശ് സാർ. എനിക്ക് ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ സാർ, താങ്ക് യു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.